മറ്റൊരു വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡിൽ സ്റ്റീൽ ഫാക്ടറിയിൽ ഉണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നു. 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തൊഴിലാളികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയമുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ. ബൽറാം, വിവരങ്ങൾ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഇന്നലെ വൈകിട്ടോടെയാണ് ഈ അപകടമുണ്ടായത്. റായ്പൂരിലെ സിൽത്താരയിലെ ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റ് ലിമിറ്റഡിൻ്റെ പ്ലാന്റിലാണ് ഈ അപകടം. ഈ പ്ലാന്റിൽ ലോഹവസ്തുക്കൾ വൃത്തിയാക്കുന്നതിനിടെ ചൂളയിൽ ഹൈ പ്രഷറുള്ള വെള്ളം ഉപയോഗിച്ച് ചൂള വൃത്തിയാക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മുകളിൽ നിന്നും വലിയ ലോഹവസ്തുക്കൾ താഴേക്ക് പതിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ 6 പേർ, ഈ ഫാക്ടറിയിലെ ജീവനക്കാർ 6 പേർ മരിച്ചു. മറ്റ് 6 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇപ്പോഴും ചില തൊഴിലാളികൾ ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കാണാതായ തൊഴിലാളികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പ്രദേശത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. പരിക്കേറ്റവരെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കാൻ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.